ഏത് തരത്തിൽ നിങ്ങൾക്ക് ഏത് മിസ്റ്റേക്ക് സംഭവിച്ചാലും നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധമാണോ? ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു പുറത്തു തരാൻ സദാ സന്നദ്ധമാണ്. സദാ നമ്മുടെ ജീവിതത്തിൽ സർവാനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നവൻ ആര്? അല്ലാഹു. ഇനി തരാൻ ശേഷിയുള്ളവൻ ആര്? അല്ലാഹു. ആ അല്ലാഹു എപ്പോഴും സദാ സജീവമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവൻ സദാ സജീവമാണ്, ഉറക്കം പറ്റിപ്പോകൂല. നമ്മുടെ മനസ്സിലുള്ളതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കൂല. നമുക്കെതിരെ ഇല്ലാത്ത വിഷയങ്ങൾ ആരോപിച്ച് പ്രയാസപ്പെടുത്തില്ല. സർവസമയവും നമുക്കെല്ലാം തരാൻ സന്നദ്ധനായ, കാരുണ്യവാനായ, കരുണാവാരിധിയായ, എന്തും പൊറുക്കാൻ വിശാലമായ മഗ്ഫിറത്തിന്റെ വക്താവായ അല്ലാഹുവില്ലേ നമുക്ക്. അവൻ ഹയ്യും ഖയ്യൂം. അവൻ എന്നും സജീവമാണ്, എന്തും നടത്തിപ്പാൻ ശേഷിയുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, എന്തൊരു നടത്തിപ്പ് രീതിയാണ്. നടത്തിപ്പ് രീതിയുടെ അത്ഭുതം എത്ര വലുതാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ അവന് അല്ലാഹുവിൽ വിശ്വസിക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ എനി ടൈം അവന് സ്വസ്ഥതയാണ്. അജബൽ ലി അംരിൽ മുഅ്മിൻ. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. എല്ലാം വിശ്വാസിക്ക് നേട്ടമാണ്. എല്ലാം വിശ്വാസിക്ക് നേട്ടമാണ്. ഇന്ന സ്വാബത്തുഹു സർറ. സന്തോഷഘട്ടം വരികയാണ്. ശക്കറ, അവൻ നന്ദി ചെയ്യും. ഫക്കാന ഖൈറൻ ലഹു. അവനത് പ്രതിഫലമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ സമ്പന്നനാകുമ്പോൾ അവൻ എന്തു പറയും? അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് പറയും. അവൻ എന്തൊരു സ്വസ്ഥതയാണ്. അതേസമയം ഒരു മനുഷ്യൻ പറയാൻ, ഇതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എനിക്കാരോടും കടപ്പാടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന, ഈ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയൊരു സമ്പന്നനെ എടുക്കുക നിങ്ങൾ. ആ സമ്പന്നന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നുണ്ടോ? കഴിയുമോ? ഒരറിയപ്പെട്ട സമ്പന്നനാണെങ്കിൽ അയാളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ജനവിഭാഗങ്ങളെ അദ്ദേഹം പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പല ആക്ടിവിറ്റീസുകളും ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക വളർച്ചയോ സാമ്പത്തിക നിലനിൽപ്പോ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്തെ പലതരം ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തണം, ഈ രാജ്യത്തെ പലവിധം ജനങ്ങളെ പ്രീതിപ്പെടുത്തണം, ഈ രാജ്യത്തെ പലരെയും പ്രീതിപ്പെടുത്തണം. എന്നാൽ എന്റെ സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു ആണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യന് ഒന്നേ സംരക്ഷിക്കേണ്ടതുള്ളൂ: ശരിയും നീതിയും ന്യായവും. ശരിയും നീതിയും ന്യായവും സംരക്ഷിച്ചു പോകുന്ന ഒരു മനുഷ്യന് പിന്നെ ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ അയാളുടെ സാമ്പത്തിക സ്ഥിരത സുസ്ഥിരമാണ്, അയാളുടെ സമ്പത്ത് സുരക്ഷിതമാണ്. ഇനി എവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൽ വിശ്വാസമുള്ളൊരു മനുഷ്യൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ ഒരിക്കലും തകർന്നു പോകുന്നില്ല. ഇന്ന സ്വാബത്തു ദർറ. ഇനി ഒരു രോഗം വരികയാണ്. ഒരു രോഗം വരുമ്പോ വിശ്വാസിയുടെ ശൈലി എന്താ? അവൻ സ്വബറ, ക്ഷമിക്കുകയാണ്. ഫക്കാന ഖൈറൻ ലഹു. അതവന് ബെനിഫിറ്റാണ്, നേട്ടമാണ്. ഞാനൊരു ചരിത്രം പറയാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സദസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട സ്വഹാബികളിൽ ഒരാളാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഈ സമയമാകുമ്പോൾ പോകുന്നു. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സദസ്സിലില്ല. പലപ്പോഴായിട്ടില്ലാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചെന്നു. ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നു സന്ദർശിച്ചതിന് ശേഷം ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുവേ, ഈ ഇമ്രാനിന്റെ രോഗമൊന്ന് എളുപ്പത്തിൽ ശിഫ നൽകണേ. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലെ സദസ്സുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ഇമ്രാൻ റളിയല്ലാഹു അൻഹു വരുന്നു ഒരു സ്പെഷ്യൽ റിക്വസ്റ്റുമായി, ഒരു പ്രത്യേക അപേക്ഷയുമായി.
എന്താണ് പുതിയ അപേക്ഷ എന്നറിയോ? നബിയേ, എന്റെ രോഗം തിരിച്ചു തരണേ, എന്റെ രോഗം തിരിച്ചു വേണം. എന്തുപറ്റി? രോഗിയായിരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? എന്റെ ഈ രോഗാവസ്ഥയിൽ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അത് പോസിറ്റീവാണ്. അതേ സമയത്ത് രോഗമുണ്ടാകുമ്പോൾ വിഷമമോ സങ്കടമോ ഇല്ല. കാരണം ഒരു വിശ്വാസിയുടെ ചിന്ത എന്താ? ഒരു കാലിൽ ഒരു മുള്ളു തെറിക്കുന്നത്, ഇപ്പം ചെരുപ്പ് ചവിട്ടാതെ ആള് നടക്കാൻ സാധ്യത കുറവാ. അതുകൊണ്ട് മറ്റൊരു ഹദീസ് പറയാം, നമ്മൾ നന്നായി കുളിച്ച് വൃത്തിയായി ചെരുപ്പൊക്കെ ഒന്ന് പിടിച്ച് നല്ല പോളിഷ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ചളി കാലിലേക്ക് തെറിക്കുന്നത്, അല്ലെങ്കിൽ ചെരുപ്പിന്റെ മുകളിലേക്ക് തെറിക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടായി. ആ ബുദ്ധിമുട്ടാകുമ്പോ സാരമില്ല, ഇത് കഴുകിയാൽ പോകും, അതുകൊണ്ട് അത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടോ, അതിന് വരെ പ്രതിഫലമുണ്ടാകും. എങ്കിൽ പിന്നെ ഒരു രോഗമായിട്ട് ആ രോഗത്തിന്റെ വേദന അനുഭവിക്കുമ്പോ എന്തിനു വിഷമിക്കണം? മൈൻഡാണ് പ്രധാനം. ഈ ചിന്തയുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് സമാധാനം തുടങ്ങും. വലിയൊരു അത്ഭുതമാണ് ആ വിഷയം. മനസ്സ് നമ്മുടെ ബോഡിയിൽ പുതിയ അവസ്ഥയെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു ചെറിയ തലവേദനയാകുമ്പോൾ അല്ലോ ഭയങ്കര തലവേദന, ഇങ്ങനെ ഒരു 4 വട്ടം പറഞ്ഞു നോക്ക്, നിങ്ങൾ തലവേദന സജീവാകും, വേഗം കിടക്കാം. അതേ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, തലവേദന എപ്പോൾ വന്നതാ? ഇപ്പൊ ഇതാ 8 മണിക്ക് വന്നതാ. ഇന്ന് സമയം എത്ര മണിയായി? രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് 4:45 അല്ലെ 5 മണിക്കാ അല്ലെ 6 മണിക്കാ? ഇത്രയും സമയം വരെ നിങ്ങൾക്ക് ഈ തലവേദന ഉണ്ടായിരുന്നോ? നോ. ഈ തലവേദന ഇല്ലാതെ ഇത്രയും സമയം എനിക്ക് അല്ലാഹു തന്നില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ട്രൈ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം, ആ ശ്രമം നടത്തിയാൽ തന്നെ ബോഡി റീക്രിയേറ്റ് ചെയ്യും, വീണ്ടും പുനർനിർമ്മിക്കും. നിങ്ങളുടെ ശരീരത്തിൽ തലവേദന വരുന്നത് എന്തുകൊണ്ടാണ്? പല രീതിയിൽ വരാം തലവേദന. നിങ്ങളെ സ്റ്റൊമക്കിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, ആമാശയത്തിൽ നടക്കുന്ന സർക്കുലേഷൻ, ഈ സർക്കുലേഷന് ശേഷം ചംക്രമണം നടത്തേണ്ട, വിതരണം ചെയ്യേണ്ട വായുസഞ്ചാരം, ഈ വായുസഞ്ചാരത്തിന്റെ അളവ് മാറുകയോ, വായുസഞ്ചാരം തന്നെ 5 തരം വായുസഞ്ചാരമുണ്ട് ശരീരത്തിൽ, ഇതിന്റെ തോത് മാറുകയോ ഇനം മാറുകയോ ചെയ്താൽ തലവേദന വരാം. 1. 2, നിങ്ങളെ സ്റ്റൊമക്ക് കേടായാൽ, സ്റ്റൊമക്കിലെ ഡൈജഷൻ വർക്കുകൾ കൃത്യമായി നടക്കാതിരുന്നാൽ, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട മിസാജുകൾ, ഈ മിസാജുകൾ വ്യത്യസ്തപ്പെട്ടാൽ, രക്തം, അതുപോലെ കഫം, പിത്തം, നീര്, ജലം, ഈ തുടങ്ങിയ ഈ കണ്ടന്റുകൾ വ്യത്യാസപ്പെട്ടാൽ തലവേദന വരാം. ഈ വ്യത്യാസപ്പെടുന്ന എവിടെ നിന്നാണ്? ഫസ്റ്റ്, ബ്രെയിനിന്റെ നടുഭാഗത്ത് കിടക്കുന്ന കടലമണിയുടെ വലുപ്പമുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ 3 പ്രധാന കേന്ദ്രങ്ങൾ. ഈ 3 പ്രധാന കേന്ദ്രങ്ങളുടെ റൂട്ട് മാറിയാൽ അത് പിന്നീട് അങ്ങോട്ട് തൈറോയിഡ് ഗ്രന്ഥിയിലേക്ക് നൽകുന്ന ഇൻപുട്ട്, നിർദ്ദേശം, ഈ നിർദ്ദേശം കോലം മാറും. കോലം മാറിയാൽ ശരീരത്തിൽ നിർമ്മിക്കുന്ന ഹോർമോണുകൾ മാറും, എൻസൈമുകൾ മാറും. അത് മാറിയാൽ ശരീരത്തിൽ രോഗാവസ്ഥ വരാം, എസ്പെഷ്യലി തലവേദന വരാം. ഇവിടെ നിങ്ങളുടെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യുന്നു. അല്ലാഹു സർവശക്തനാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു വലിയ പാപങ്ങൾ പൊറുക്കാനും വലിയ കരുണയുടെ വക്താവുമാണെന്ന ആ ബോധ്യത്തിലൂടെ അല്ലാഹുവിനെ സ്മരിക്കുന്നൊരു മനുഷ്യൻ, അവനിൽ പ്രതീക്ഷയോടെ ദിക്റുകളിലേക്കൊന്ന് ശരണം പ്രാപിച്ചു നോക്കൂ, ദിക്റുകളിലേക്കൊന്ന് മടങ്ങി നോക്കൂ. ആ സമയം ബോഡിയിൽ ചേഞ്ച് വരുന്നത് കാണാം, ബോഡിയിൽ ചേഞ്ച് വരുന്നത് കാണാം. ഈ ചേഞ്ച് നമുക്ക് ഉപകാരപ്പെടും. ഇതാ പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇന്ന സ്വാബത്തുഹു ദർറ. പ്രയാസം വന്നുപെടുമ്പോ സ്വബറ. എന്തിനാ ഞാൻ ബേജാറാകുന്നത്? എനിക്ക് ഇത്രയും സമയം ആരോഗ്യം നൽകിയ അല്ലാഹു ഇപ്പോഴും അവൻ സജീവമാണ്, അവൻ ഉറങ്ങിപ്പോകില്ല, അവൻ അശ്രദ്ധനായി പോകില്ല. അതുകൊണ്ട് അവൻ സദാ സജീവമാണെന്ന് വിശ്വസിക്കുമ്പോ പിന്നെന്തിനെ പേടി? പിന്നെ ഭയമില്ല, പ്രതീക്ഷയാ. ഈ പ്രതീക്ഷയുള്ള സമയത്ത്
അവന്റെ മനസ്സിൽ പിന്നീട് അങ്ങോട്ട് ഇതിന്റെ സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കുക എന്നർത്ഥം വെക്കരുത്. പിന്നെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഈ പ്രയാസത്തിനൊരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു അർത്ഥമുണ്ട്. ആ പൊതു അർത്ഥം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയാണ് പ്രസവ വേദന. പ്രസവ വേദന ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ പലപ്പോഴായിട്ട് പ്രസവ വേദനയെ കുറിച്ച് അറിയും പരിചയവും കേട്ടുകേൾവിയും ഒക്കെ ഉണ്ടാവുമല്ലോ. പ്രസവ വേദന കിട്ടിയതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പ്രസവ വേദന കിട്ടേണ്ട സമയമായിട്ട് വേദന കിട്ടാതിരുന്നാൽ ഒരു ബേജാറുണ്ടാവും, അല്ലാതെ സമയമായിട്ട് പ്രസവ വേദന ഉണ്ടായാൽ ബേജാറില്ല. എന്തുകൊണ്ടാ? നമുക്കറിയാം ഈ വേദന എന്നതൊരു നേട്ടത്തിന്റെ ഒരു പിന്നാമ്പുറമാണ്. ഇതാണ് ജീവിതത്തിന്റെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഒരു വേദനയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ വിഷമിക്കുന്നതിന് പകരം പ്രവർത്തനക്ഷമതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് സ്വബർ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്. ആ ക്ഷമയിലേക്ക് മടങ്ങുമ്പോൾ പ്രതീക്ഷ പുനർനിർമ്മിക്കപ്പെടുകയാണ്. അവിടെയാണ് ലാ തഖുദുഹു സിനത്തും വലാ നൗം. ബേജാറാകണ്ട, അല്ലാഹു ഒരിക്കലും ഉറങ്ങിപ്പോകുകയില്ല, അല്ലാഹു അശ്രദ്ധയായി പോവുകയില്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ള സർവ്വതും അല്ലാഹുവിൻ്റെതാണ്, എൻ്റെ റബ്ബിൻ്റെതാണ്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ള സർവ്വതും എൻ്റെ റബ്ബിൻ്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. നിങ്ങൾ എന്തിന് ഭയപ്പെടണം? അല്ലാഹുവിന്റെ വക്താവാകാതെ ഒരാൾക്കും അല്ലാഹുവിന്റെ അടുത്തേക്ക് കയറി ചെന്ന് എനിക്ക് ഇന്നത് തരണമെന്ന് പറഞ്ഞ് ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ ആർക്കെങ്കിലും എന്തും നേടാൻ കഴിയണോ? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാകണം, നന്മയുടെ വക്താക്കളാകണം. അമ്പിയാക്കൾ അവരാണ്, ഔലിയാക്കൾ അവരാണ്, നന്മയുടെ വക്താക്കൾ. സ്വന്തം ജീവിതത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രിഫറൻസ് നൽകിയവർ. നിങ്ങൾ നോക്കൂ, ഈ മഹാനവരുടെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാം. വലിയ ദൂരദിക്കുകളിൽ നിന്ന് സഞ്ചരിച്ച് ഓരോ നാട്ടിലും ചെന്ന് ആ നാടുകളിൽ ഈ വെള്ളി വെളിച്ചം പകർന്നുകൊടുത്ത് പലതരം തിക്കിലും തിരക്കിലും പെട്ട് ജീവിക്കുന്നതിനിടയിൽ സ്വത്വം സംരക്ഷിക്കാൻ മറന്നുപോകുന്ന മനുഷ്യരുടെ മുമ്പിൽ അല്ലാഹുവിനെ ഉണർത്താനും ശരി ഉണർത്താനും സാഹോദര്യം ഉണർത്താനും ജീവിതം സ്വയം ഡെഡിക്കേറ്റഡായ, സ്വയം സമർപ്പിച്ചവരായ മഹാന്മാർ. സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക്, എല്ലാ ജനങ്ങളുടെയും ഉന്നമനത്തിന് അതിനുവേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നവർ, അതിലൂടെ അള്ളാഹുവിലേക്ക് വെളിച്ചം വീശാൻ സദാ സന്നദ്ധത കാണിച്ച മഹാന്മാർ. അവർക്ക് ആ മഹാന്മാരല്ലാതെ ഒരാളും അധികാരം കൊണ്ടോ സാമ്പത്തിക ശേഷി കൊണ്ടോ മറ്റു വളഞ്ഞ വഴിയിലോ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയാനൊന്നും ആർക്കും പറ്റില്ല. ശരികൾക്കേ പ്രസക്തിയുള്ളൂ, ന്യായങ്ങൾക്കേ പ്രസക്തിയുള്ളൂ, നീതിക്കേ പ്രസക്തിയുള്ളൂ. എപ്പോഴും മൊറാലിറ്റിക്ക് മാത്രമേ, ധാർമ്മികതക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് പഠിപ്പിച്ചൊരാദർശം. ആ ആദർശം ഉൾക്കൊള്ളുന്ന സമയത്ത് എന്തൊരു സുഖമാണത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും സർവവും എൻ്റെ റബ്ബ് അറിയും. എല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എന്തിന് ഭയപ്പെടണം? എന്തും അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. എല്ലാവർക്കും ആശങ്ക എന്താ? മലയോരത്തിന് താഴെ താമസിക്കുന്നവൻ ഇതാ വല്ല മലവെള്ളപ്പാച്ചിലും വരുമോ എന്ന് ആശങ്കപ്പെടുന്നവൻ. ആവശ്യമാണെങ്കിൽ സുരക്ഷ ചെയ്തോളൂ, സുരക്ഷയ്ക്ക് ആവശ്യമായ ആക്ടിവിറ്റീസുകൾ ചെയ്തോളൂ. പക്ഷേ അപ്പോഴും പ്രതീക്ഷ ആരിലായിരിക്കണം? അള്ളാഹുവിലായിരിക്കണം. അപ്പൊ സ്വസ്ഥതയുണ്ട്. അതല്ല ഭരണാധികാരിയിലാണെങ്കിൽ, അയാൾ വല്ല ഹെലികോപ്റ്ററിലാണെങ്കിൽ കുടുങ്ങി. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരിലാണ് നിങ്ങളുടെ ഫോക്കസിങ്, നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രം ആരിലാണ്? ഈ ചിന്താഗതിയുള്ള മനുഷ്യന് നല്ല സ്വസ്ഥതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം.
ആയത്തുൽ കുർസിയിന് തൊട്ടു ചേർന്ന ആയത്ത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് വമൻ യക്ഫുർ ബിത്വാഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസകൽ ഉർവതൽ വുസ്ഖാ ലം ഫിസാമ ലഹാ. എന്തൊരു പദപ്രയോഗമാണ്! എത്ര മഹത്വമായ ഒരു ആദർശമാണ്! ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനാരെയും നിർബന്ധിച്ചൊന്നും നടത്തണ്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വസ്ത്രത്തിന്റെ പേരിൽ ആരെയും ഭീഷണിപ്പെടുത്തി ഒന്നും ധരിപ്പിക്കണ്ട. അത് അവരുടെ ആവശ്യമാണ്. മദ്യപാനം അതല്ല ആളുടെ ആവശ്യം, ഭക്ഷണമാണ് ആവശ്യം. അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന പാനീയങ്ങളാണ് ആവശ്യം. അതിനാരെയും ഭീഷണിപ്പെടുത്തണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇത് വ്യക്തമാണ്. ഇത് വ്യക്തമാണ്. ബക്കറ്റുകൾ വരുമ്പോൾ എല്ലാവരും സഹകരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബക്കറ്റ് വരുന്നതിൻ്റെ ആവശ്യകതയും നമ്മുടെ സദസ്സിൻ്റെ മൂല്യവും എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് എല്ലാവരും നല്ല മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന, അവരവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന നല്ല സംഭാവനകൾ നൽകി സ്വയം സന്തോഷിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കാരണം ചെലവഴിക്കുന്നത് അത് നമ്മുടേതാണ്, ബാക്കി വെക്കുന്നത് നമ്മുടേതാകണം എന്നില്ല. അപ്പൊ ഏതായാലും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം നല്ല ചിന്തകൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. പുതിയ കാലത്ത് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ കൂട്ടുകാരെ പലരും ചതിക്കുന്നു. സൊസൈറ്റിയുടെ ഈ പാറ്റേൺ, ഈ ഘടന അത് പലരെയും നിർബന്ധിക്കുന്നു. നമ്മുടെ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നല്ല വൃത്തിയിൽ മുടിവെട്ടാൻ സമ്മതിക്കാത്തൊരാദർശം അവരാരോ പിന്നിൽ നിന്ന് പിടികൂടുന്നു. നല്ല വൃത്തിയിൽ മുടിവെട്ടി നല്ലൊരു വക്താവാകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇസ്ലാം അങ്ങനെയാ പ്രൊമോട്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവിസം. നിങ്ങൾ ലോകത്തെ വലിയ രാജ്യങ്ങളുടെയൊക്കെ അറിയപ്പെട്ട പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ പ്രധാന ഭരണാധികാരികളെ പോട്ടെ, നമ്മുടെ രാജ്യത്തെ ഈ വാർഡ് മെമ്പർമാരെ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ, അത്തരം കക്ഷികളെ, ഒരു എക്സിക്യൂട്ടീവുകളെ പഠിച്ചു നോക്കൂ നിങ്ങൾ. എല്ലാവരുടെയും ഹെയർ കട്ടിങ് ഒരു നീറ്റ് ഉണ്ടാവും, പൊതുവിലൊരു നീറ്റ് ഉണ്ട്. അവിടെ പരണ്ടി ഇവിടെ പരണ്ടി ഈ ജന്മത്തിൽ കുളിക്കാത്തത് പോലെ തോന്നുന്ന തരം ഫാഷനുകൾ കാണില്ല. അതൊരു നീറ്റാണ്, ഒരു എക്സിക്യൂട്ടീവിസമാണ്. ഞാൻ ആരെയും ചീത്ത വിളിക്കണം തോന്നല്ലേ, ഞാനൊരു വിഷയം മാത്രം അവതരിപ്പിക്കണം. ആരുടെയെങ്കിലും മുടിയിൽ ഫാഷൻ ഉണ്ടെങ്കിൽ ദയവായി ആരെയും ഇൻസൾട്ട് ചെയ്യരുത്, അതെൻ്റെ ആശയമല്ല. ഞാനൊരു ആശയം, ശരിയായ ഒരു ആശയം പറയുന്നു. അത് ഓരോരുത്തരും സ്വയം ഇഷ്ടപ്പെട്ട് അംഗീകരിക്കേണ്ടതാണ്. ലാ ഇക്റാഹ, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതൊരു എക്സിക്യൂട്ടീവിസമാണ്. അതിനാണ് സുന്നത്ത് എന്ന് പറയാം. ഇത് അവരുടെ അവകാശമാണ്. ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവകാശമാണത്. പക്ഷേ ആരോ അവനെ അവന്റെ തലയിൽ കയറി ബ്രെയിൻ വാഷ് ചെയ്തു. ഈ ഡീസന്റ് സ്റ്റൈൽ, ഈ നിലവാരമുള്ള ശൈലി, ആ ശൈലിക്കെതിരെ ആരോ പാരവെച്ചു. അവന്റെ അധികാരത്തിന് നേരെ ആരോ ദുർവിനിയോഗം നടത്തി. ഈ ദുർവിനിയോഗം നടത്തിയിട്ട് സാധാരണ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈൽ ഹെയർ കട്ടിങ്ങിന് ചെലവാകുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് ചെലവഴിപ്പിച്ചു. എന്നിട്ട് ഈ ഹെയർ കട്ടിങ് സംരക്ഷിക്കാൻ അവൻ എന്താ ചെയ്യുന്നത്? ചീകി വെക്കുകയല്ല, മനുഷ്യ സഹജമായി തലമുറകളോളം സർവ്വവ്യാപകമായ ഒരു അറിവാണ് മുടി സംരക്ഷിക്കാൻ എന്താ ചെയ്യുക? ചീകി വെക്കുക. ചീർപ്പതിനുള്ളതാണ്. അതേസമയത്ത് ഇന്ന് സംരക്ഷിക്കാൻ എന്താ ചെയ്യുക? അത് ചിതറിയിടുക. ചിലപ്പോഴൊക്കെ കണ്ടാൽ കരുതും രാവിലെ കുളിച്ചോനെ ആണെങ്കിലും 10 മണിക്ക് കണ്ടാൽ ഇവൻ ഈ അടുത്ത കാലത്തൊന്നും കുളിച്ചിട്ടില്ലെന്ന് തോന്നും. ഇങ്ങനെ വികൃതമാവുക. ഇങ്ങനെ ഈ സഹോദരന്മാരെ ആരാണ് ഈ സ്വാതന്ത്ര്യത്തിന് നേരെ കൈവച്ചവരാരാ? തിരിച്ചറിയണം. അള്ളാഹു പറഞ്ഞു ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധിക്കണ്ട. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. എക്സിക്യൂട്ടീവിസം, സുന്നത്ത് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റുള്ള ഗയ്യ് അല്ലാത്തത് എല്ലാവർക്കും അറിയാം. ഏതാണ് നീറ്റ്നെസ്, ഏതാണ് വൃത്തികേട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ബുദ്ധിയുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി മുസ്ലിം ആകൂ. വെള്ളിയാഴ്ച ജുമഅക്ക് മാത്രം മുസ്ലിം, അതർ ടൈംസ് മറ്റുള്ള സമയങ്ങളിലെല്ലാം മറ്റുള്ളത്. പ്ലീസ് അങ്ങനെ ആകല്ലേ.
നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ അവകാശവുമാണ് എല്ലാ സമയവും മുസ്ലിം ആവുക. അതുകൊണ്ട് ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, പൂർണ്ണമായിട്ട് മുസ്ലിം ആക്കോളൂ കൂട്ടുകാരെ. ജീവിതത്തിൽ ഒരു മുസ്ലിം ആകുമ്പോ എനി ടൈം വ്യാപകമായി ഒരേ വേഴ്സിൽ പോകലൊരു ശരിയല്ല. ദിവസങ്ങൾക്ക് വേരിയേഷൻ വേണം. എല്ലാ ദിവസവും സെയിം ആകാൻ പാടില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആഘോഷിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആഘോഷം വേണം, ആഘോഷിക്കണം, നിരന്തരം ആഘോഷം വേണം. ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അൽ ജുമുഅത്തു ഈദുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് ആഘോഷമാണ്. വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? വ്യാഴാഴ്ച അസ്തമിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം തുടങ്ങുകയാണ്. വെള്ളിയാഴ്ച രാവ് എന്ന് നമ്മളൊക്കെ പറയാം. വെള്ളിയാഴ്ചയുടെ ബിഗിനിങ്, തുടക്കം വ്യാഴാഴ്ച അസ്തമിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ തുടക്കമാണ്. ആഘോഷിക്കണം. ആഘോഷം പക്ഷേ എങ്ങനെയാകണം? ആഘോഷം അത് റീകോൾ ചെയ്യുമ്പോൾ, വീണ്ടും ഓർക്കുമ്പോഴും ഒരു സുഖം കിട്ടണം. ഞങ്ങൾക്ക് മടുത്തോ? ഇല്ലല്ലോ. മടുക്കുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി, ടപ്പം നിർത്തും. ആഘോഷം ഒരു സുഖമുള്ളതാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് ഏതാ ദിവസം? ശനിയാഴ്ച. ഇന്നലെ വെള്ളിയാഴ്ച, മെനിയാന്ന് വ്യാഴാഴ്ച, അതിന്റെ തലേദിവസം ബുധനാഴ്ച. ബുധനാഴ്ച നിങ്ങൾ ഞാസക്ക് എന്താ കഴിച്ചത്? ഓർമ്മയില്ല. കണ്ടോ? ഇല്ലല്ലേ? ഭൂരിപക്ഷം പേർക്ക് ഓർമ്മയില്ല. അതേ സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ വലിയ വരുന്ന ആൾക്ക് നമ്മൾ ഇന്നാലിന്ന് വീട്ടിൽ പോയപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താ കഴിച്ചത്? ഓർമ്മയില്ലേ? കണ്ടോ? ഏകദേശം ആൾക്ക് ഓർമ്മ. ഇതാണ് സെലിബ്രേഷന്റെ ഒരു പ്രത്യേകത. ആഘോഷ ദിവസങ്ങൾ അകലെ എപ്പോഴോ കഴിഞ്ഞതുപോലും ഓർമ്മയിൽ കിടക്കും. മെമ്മറൈസേഷൻ, അത് സ്ട്രോങ് ലോങ് ടേം മെമ്മറി പൊസിഷനിലാണ് ആ ഡാറ്റകൾ സേവ് ചെയ്യുന്നത്. ഓർമ്മ ഉണ്ട്, എപ്പോഴും ഓർമ്മ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റികൾ, പ്രവണതകൾ എന്ത് ചെയ്യണം? അത് ഗുഡ്, നല്ലതായിരിക്കണം. ആഭാസങ്ങൾ കൊണ്ട് ആഘോഷിച്ചാൽ നാറും, വഷളാകും. സ്വന്തം കോൺഫിഡൻസ് ലെവൽ ലോ 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 ഡൗൺ 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 ചെറുതായി പോകും. നിങ്ങൾ കൊള്ളരുതാത്തവരാണ്. ചിരിക്കാനുള്ള ശേഷി കുറയും. ഒരാളെ ഫേസ് ചെയ്യാനുള്ള ശേഷി കുറയാൻ ചാൻസ് ഉണ്ട്. ആഘോഷത്തിന് വേണ്ടി മദ്യപിച്ചാൽ, ആഘോഷത്തിന് വേണ്ടി സിനിമാറ്റിക് ഡാൻസ് കളിച്ചാൽ, ആഘോഷത്തിന് വേണ്ടി JCBയുടെ തുമ്പിക്കൈയിലേറി യാത്ര ചെയ്യേണ്ടി വന്നാൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടിച്ചാത്തന്റെ വേഷം കെട്ടേണ്ടി വന്നാൽ, ആഘോഷങ്ങൾക്ക് വേണ്ടി ആഭാസങ്ങളായാൽ വഷളാവും. അത് പിന്നെ ഓർക്കുമ്പോഴൊക്കെ വീണ്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഡൗൺ 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 താഴോട്ട് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ, നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ, നിങ്ങളുടെ ഉയർന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ മുമ്പിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആയി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ വ്യവസ്ഥിതിയാണ്, ഇതൊരു ശരിയാണ്. അതുകൊണ്ട് തന്നെ ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. വെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ വെള്ളിയാഴ്ച രാവായാൽ പള്ളിയിലെ സ്വലാത്തിന് പങ്കെടുത്തു, ഹദ്ദാദിന് പങ്കെടുത്തു. ഒരു 200-300 സ്വലാത്ത് ചൊല്ലി, നല്ലൊരു മധുരം എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് എല്ലാവരും വിതരണം ചെയ്തു, എല്ലാവരും കഴിച്ചു. റാഹത്ത്, എവിടെയും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഒന്നിച്ചിരുന്നൊരു സുഹൃതം ചെയ്ത് ഒന്നും നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, നാട്ടിലെ കഴിഞ്ഞുപോയവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിഹോദി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖം, മാനസികമായ ഒരു സുഖം, അത് പുണ്യമാണെന്നൊരു വിശ്വാസം, ഒരു സുഖമാണത്. വീടുകളിൽ വല്യമ്മമാരും ഉമ്മമാരും കുട്ടികളും എല്ലാം ചേർന്നിരുന്ന് കുറച്ച് സ്വലാത്ത് ചൊല്ലി, പൂർവീകർക്ക് വേണ്ടി ഒരു യാസീൻ സൂറത്തോതി. പരിശുദ്ധ ഖുർആനിന്റെ ഹാർട്ടാണ് ഈ സൂറത്തു യാസീൻ. അടിപൊളി സൂറത്താണത്. ആ സൂറത്തൊക്കെ ഒന്ന് ഓതി ആസ്വദിച്ച് കുറച്ച് നല്ല പലഹാരങ്ങളൊക്കെ കഴിച്ച് കൂടിയിരുന്ന് 2 വാക്കുകളൊക്കെ പറഞ്ഞു, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു, അന്ന് പിരിയുന്നു. എന്തൊരു സുഖമാണത്, എന്തൊരു എന്റർടൈനിങ് ആണത്. ഒരു സൂറത്തുൽ കഹ്ഫ് രാത്രി പാരായണം ചെയ്തു, പിറ്റേ ദിവസം ഒരു 2 സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു. ഓ, എന്തൊരു സുഖമാണത്. ഒരാഴ്ചത്തേക്ക് ആ മുഖത്ത് ആ വെളിച്ചം കെട്ടിക്കിടക്കും.
ആ മൈൻഡിൽ ആ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ ഇങ്ങനെ വളരും. അവരെങ്ങോട്ട് പോകുമ്പോഴും മനസ്സിന്റെ ഉള്ളിലൊരു കോൺഫിഡൻസ്, അത് ഇന്നർ തോട്ട്സ് ലെവലിൽ, അവന്റെ ഉൾചിന്തകൾ ലെവലിൽ ഇങ്ങനെ വളരും. അതൊരു സുഖമാണത്.